നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം, ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഡ്രസ്സിന്റെ വേറൊരു ചാനലുണ്ട്, ജംഷീസ് വ്ളോഗ്. കുറച്ച് പേർക്കൊക്കെ അറിയും തോന്നുന്നു. അതില് കുറെ കസ്റ്റമർ, നമ്മളോട് ഡ്രസ്സ് എടുക്കുന്ന കസ്റ്റമർ നമ്മളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങാണ്. അതെ, ആദ്യമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പൊ കുറെ കസ്റ്റമേഴ്സ് ജംഷനെ എങ്ങനെ വിളിക്കും. അപ്പൊ വാട്സപ്പിൽ തന്നെ കുറച്ച് കോണ്ടാക്ടുകൾ ഉണ്ട്. അപ്പൊ അവര് 2000 പേരോളം ഉണ്ട്, എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതെ, അതിൽ കൂടുതൽ കുറച്ച് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞാണ് ജംഷന്റെ അടുത്ത് നിങ്ങളൊരു ഫാമിലി വ്ളോഗ് തുടങ്ങണം, നിങ്ങളെ കുറിച്ച് അറിയണം എന്നൊക്കെ. നമ്മളെ ചെറിയ ഫാമിലിയാണ്, 2 കുട്ടികള് അല്ലേ, ഒരാണെന്ന് പെണ്ണെന്ന്, ഒരാള് 4ാം ക്ലാസ്സിൽ പഠിക്കണ ആൺകുട്ടി അല്ലേ, 1ാം ക്ലാസ്സിൽ പഠിക്കണം. പിന്നെ ജംഷി ഇപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്, ഡ്രസ്സിന്റെ ബിസിനസ്. പിന്നെ ഞാൻ പിന്നെ വലിയ പഠിപ്പാണ്, അതുകൊണ്ട് ഞാൻ പറയും. അതെ, ഞാന് മറ്റേ വലിയ പഠിപ്പാണ് പഠിപ്പ്. അതെ, MBBS ആണ്. പോകണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്ര സാഹചര്യം സാമ്പത്തികമൊക്കെ ഇല്ലാത്തതുകൊണ്ട് MBBSന് പോകാൻ പറ്റില്ല. പിന്നെ പഠിപ്പ് പാതിയിൽ അവസാനിക്കേണ്ടി വരും. 10 വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അല്ലേ. അപ്പോൾ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്? പിന്നെന്താണ്, നമ്മൾ തനിച്ചാണ് താമസിക്കുന്നത്. ഇവരുടെ വീട് എൻ്റെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. ഞാൻ ചെറുതായിട്ട് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാണ് കേട്ടോ. ചെറുതായിട്ട് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാണ്. ഇവര് പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ വീട്ടിൽ വരുമ്പോ തന്നെ ഞാൻ സ്നേഹിച്ചാണ് കേട്ടോ. അതെ, 5 or 6 പഠിക്കുന്നത്. 6 വരുമ്പോ തന്നെ ഞാൻ ലൈൻ കണ്ടിട്ടില്ല ശരിക്കും, ഞാൻ ഒരു നോട്ടമൊക്കെ കണ്ടുള്ളൂ. അതെ, ഇവള് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അവള് 5ലോ 6ലോ പഠിക്കുമ്പോ വീട്ടിലൊക്കെ വരും എൻ്റെ പെങ്ങളുടെ ഒപ്പം. അപ്പൊ ചെറുതായി നോട്ടമൊക്കെ വെച്ചു, എന്നിട്ട് വലുതായിട്ട് കല്യാണം കഴിച്ചു അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നിപ്പോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം, പ്രധാനമായിട്ട് അതാ പറയാനുള്ളത് അല്ലേ ശരി. പിന്നിപ്പോൾ എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ കുഞ്ഞു വീടാണ്. ഞങ്ങൾ എല്ലാം അടുത്ത് തന്നെയാണ്. എൻ്റെ വീട് വീടൊക്കെ ഒരു 3-4 സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ. ഞാൻ ഡെയിലി പോയി വരും. അങ്ങനെ ഡെയിലി കണ്ടിട്ടാണ് പിന്നെ ഞാൻ സെറ്റാക്കി കേട്ടോ. ഒന്നും കണ്ടിട്ടില്ല, 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. എല്ലാം അറിയണ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും അറിയാം. അതെ, പിന്നെ ഞാൻ പോയി ജംഷി 2 ആങ്ങളമാരും ഒരു പെണ്ണുമാണ്. അപ്പോൾ ഞാൻ പോയി പെണ്ണ് ചോദിച്ചപ്പോൾ അവർ ഭാഗം ശരി പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ നിന്നാണ്ട് നമ്മുടെ ഫാമിലി വ്ളോഗിൽ കുറേ വീഡിയോസുകളൊക്കെ വരും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു സന്തോഷം. അത്രയേ ഉള്ളൂ അല്ലേ ജംഷി? പിന്നെ ഇപ്പം എന്താണ് പറയാനുള്ളത്? പിന്നെന്താ പറയാനുള്ളത്? ഞാൻ മുമ്പൊരു പ്രവാസിയായിരുന്നു, ചെറുതായിട്ട് കേട്ടോ, ഒരുപാടൊന്നും നിന്നിട്ടില്ല. പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് വേഗം തന്നെ നാടെത്തി. 2 വർഷം നിന്നുള്ളൂ അല്ലേ. അത് ചെറുതായിട്ട് കരഞ്ഞു. അങ്ങനെയൊക്കെയാണ് അല്ലേ ജംഷി? പിന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി ഇതൊക്കെയാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ ചാനലാണ് നമ്മൾ പ്രധാനം. അതായത് അതിൽ കുറേ നമുക്ക് എന്താ പറയുക, കുറേ സെയിലുകൾ വരുന്നുണ്ട്. നല്ലൊരു ചാനലാണ് നമ്മുടെ ജംഷീസ് വ്ളോഗ് എന്നുള്ളത്. മാക്സിമം നിങ്ങളൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാല്ലേ. അതെ, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാട്ടോ നമ്മളൊരു ഫാമിലി വ്ളോഗ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറെ എന്താണെന്ന് പറഞ്ഞാല് നമ്മളെ വീട് പാലക്കാടാണ്. ഇവിടെ ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്, അത്യാവശ്യം ചെറുതായിട്ടും വലുതായിട്ടൊക്കെ അത്യാവശ്യം ഇടയിലിടയിൽ മഴയുണ്ട്. നിങ്ങളുടെ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ പറയാ അല്ലേ. ഇനിയിപ്പോ ഇവരുടെ വീട് എൻ്റെ വീടൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അല്ലേ. യെസ്, ഇവളുടെ ഉമ്മയും 2 ആങ്ങളമാരും അതുപോലെ എൻ്റെ ഉമ്മയും 2 നാത്തൂമാരുണ്ട്. അവർക്ക് 2 പേർക്കും 3 കുട്ടികളുണ്ട്. അതെ, അതിനൊക്കെ നമ്മൾ എന്താ പറയാ പരിചയപ്പെടുത്താം. വീട്ടിലുണ്ട് ഒരു പെങ്ങള്, ഒരു അനിയന്, പിന്നെ ഒരു ജ്യേഷ്ഠന് ഇവിടെയാണ് അടുത്താണ് താമസിക്കുന്നത്. സൗദിയിലാണ്. 2 കുട്ടികളുണ്ട്. താമസം അവിടെ അല്ല കേട്ടോ, ജോലി അവിടെയാണ്. ആളുടെ വീട് നമ്മളുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫാമിലി കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും വീഡിയോ തുടർന്ന് ഫാമിലി വ്ളോഗ് നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ വീഡിയോ ഒക്കെ കാണുക അല്ലേ ജംഷി? അപ്പോൾ പിന്നെന്താണ്, എന്നൊക്കെ ഇനി ഇവിടെ നിന്നുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മളുടെ ഒരു ഫാമിലി കുഞ്ഞു വ്ളോഗ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും വീഡിയോ എന്താ പറയുക തുടർന്ന് ഫാമിലി വ്ളോഗ് നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ വീഡിയോ ഒക്കെ കാണുക അല്ലേ ജംഷി?